അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അള്ളാഹു തആല തീർത്തു തരട്ടെ. രോഗികൾക്കുള്ള രോഗങ്ങൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ മാസമാണല്ലോ നമ്മിൽ ആഗതമായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന മാസമാണ് റബീഉൽ അവ്വൽ. ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്ത് കാണിച്ചു കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ലോകത്തേക്ക് വന്നത്. ലോകത്തിന് അനുഗ്രഹമായിട്ടാണ്, എല്ലാ ആളുകൾക്കും അനുഗ്രഹമായിട്ടാണ്, ഈ ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾക്കറിയാം, ലോകത്ത് എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെയൊക്കെ നബിദിൻ്റെ ജന്മദിനം കൊണ്ടാടുകയും നബിയുടെ പേരിൽ മൗലിദ് ആഘോഷിക്കുകയും അന്നദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഇന്ന് പലജാതി പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, സാമ്പത്തിക പ്രയാസങ്ങളാണ്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അവർക്കൊക്കെ പറ്റിയ ഒരു കാര്യമാണ് മങ്കൂസ് മൗലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രങ്ങളും അവരുടെ കറാമത്തുകളും അത്ഭുതങ്ങളുമൊക്കെ പറയുന്ന, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. ഈ മങ്കൂസ് മൗലിദ് എല്ലാ ദിവസവും റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും ഒരു ദിവസം ഒരു വട്ടമെങ്കിലും നമ്മുടെ വീട്ടിലത് പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരമാണ്. നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ടെൻഷനുകളും മാറാനുള്ള ഒരു മരുന്നാണ്. മാത്രമല്ല, എന്ത് രോഗങ്ങളുണ്ടെങ്കിലും ആ രോഗങ്ങൾ മാറാനുള്ളൊരു വഴിയാണ് മങ്കൂസ് മൗലിദ്. അത് നമ്മൾ പതിവാക്കുക. കാരണം ആ മങ്കൂസ് മൗലിദിൻ്റെ ശേഷമുള്ള ദുആയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മുടെ ആയുസ്സിൻ്റെ കാര്യം, മരണപ്പെട്ടവർക്കുള്ളത്, സാമ്പത്തിക പ്രശ്നം, ഭക്ഷണ പ്രശ്നം, എല്ലാം ആ ദുആയിൽ പറയുന്നുണ്ട്. അത്രക്കും ശ്രേഷ്ഠമായതാണ്, അത്രക്കും പുണ്യമുള്ളൊരു കാര്യമാണ് മങ്കൂസ് മൗലിദ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ റബീഉൽ അവ്വൽ മാസം തുടങ്ങിയതോടുകൂടി മങ്കൂസ് മൗലിദ് ഓതുക. രാത്രിയിലോ പകലിലോ എപ്പോഴായാലും കുഴപ്പമില്ല. അതുപോലെ റബീഉൽ അവ്വൽ തീർന്നാലും അത് കഴിഞ്ഞാലും ആ മങ്കൂസ് മൗലിദ് നമ്മൾ മുറുകെ പിടിക്കുക. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, നിസ്കാരം നിലനിർത്തുക, മറ്റു ദാനധർമ്മങ്ങൾ, മറ്റു സഹായങ്ങൾ, എല്ലാ കാര്യങ്ങളും, പാവപ്പെട്ടവരെ, യതീമുകളെ, അനാഥകളെ, അഗതികളെ ഒക്കെ എല്ലാവരെയും നമ്മൾ കഴിയുന്ന രൂപത്തിൽ സഹായിക്കുക. നല്ല വർത്തമാനം പറയുക, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാവരെയും സഹായിക്കുക. അള്ളാഹുവിനെ ഓർക്കുക, കാര്യങ്ങളൊക്കെ തവക്കുലാക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. ദുആ ഒരിക്കലും കൈവിടരുത്, ദുആ ചെയ്യുക എല്ലാ സമയത്തും. അങ്ങനെ ദുആ ചെയ്യുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുകയും അതിലൂടെ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പം അള്ളാഹു നമ്മളെ കൈവിടില്ല. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും. അള്ളാഹു നമ്മളെ പല രീതിയിലും പരീക്ഷിക്കും. എല്ലാ ആളുകളെയും അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട്. ഓരോരുത്തരെയും ഓരോരോ രീതിയിലാണ് അള്ളാഹു തആല പരീക്ഷിക്കുന്നത്. ചിലവർക്ക് സാമ്പത്തിക കടം കൊടുത്തിട്ട് പരീക്ഷിക്കും, രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കും, ടെൻഷനുകൾ കൊടുത്ത് പരീക്ഷിക്കും, മക്കളെ കൊണ്ട് പരീക്ഷിക്കും, ഭർത്താവിനെ കൊണ്ട് പരീക്ഷിക്കും, ഭാര്യയെ കൊണ്ട് പരീക്ഷിക്കും, വീടില്ലാതെ പരീക്ഷിക്കും, ഇങ്ങനെ മക്കളില്ലാതെ പരീക്ഷിക്കും. പല രൂപത്തിലും അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണം അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. ആ പരീക്ഷയിൽ നമ്മൾ ക്ഷമിക്കണം, സഹിക്കണം. അങ്ങനെയാകുമ്പം അവസാന ഘട്ടത്തിൽ അള്ളാഹു നമ്മുടെ ആ ക്ഷമിച്ച പ്രതിഫലം കാരണമായി അതൊക്കെ നമുക്ക് നടത്തിത്തരും. എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കി തരും. പിന്നെ ഉള്ളത് സന്തോഷകരമായ ജീവിതമായിരിക്കും. അതുകൊണ്ട് ഈ വോയിസ് പൂർണ്ണമായി നിങ്ങൾ കേൾക്കുക. എന്നിട്ട് എൻ്റെ എല്ലാ വോയിസും പൂർണ്ണമായിട്ട് കേൾക്കുക. ഒരുപാട് അറിവുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ മങ്കൂസ് മൗലിദ് പതിവാക്കുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ.
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.